സ്വാഗതം പ്രിയരെ, ഗുഡ് മോർണിംഗ്. ഇന്നത്തെ കാർഡ് റീഡിംഗ് എന്ന് പറയുന്നത് നമ്മുടെ സ്പിരിച്വൽ അവേക്കനിങ്ങിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്, ആത്മീയ പാതയിൽ. അപ്പോൾ നമുക്ക് ആദ്യത്തേത് എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ കറണ്ട് സ്റ്റേജ് എന്താണെന്നുള്ളതാണ്. 2, എന്താണ് നമ്മളെ ബ്ലോക്ക് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. 3, എന്ത് അഡ്വൈസാണ് ടാരോയ്ക്ക് തരാനുള്ളത്. അങ്ങനെ 4 കാർഡാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ സ്പിരിച്വലി നമ്മുടെ കറണ്ട് സ്റ്റേജ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 10 ഓഫ് സോർട്സ് എന്ന് പറയുന്ന കാർഡാണ്. ഈ കാർഡ് നിങ്ങൾക്ക് കണ്ടാൽ അറിയാൻ പറ്റും. ഈ താഴെ കിടക്കുന്ന ആളാണ് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് എന്താ പറയുക, ദുഷ്ടശക്തികളെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരു അവിടെ ഒരു പ്രസൻസ് നമുക്ക് കാണാൻ പറ്റും. ഇത് വളരെ നല്ലതാണ്. അപ്പോൾ നമുക്ക് ആത്മീയത, അതിന് നല്ല കാര്യങ്ങൾ ചെയ്യണം, ആത്മീയത നല്ല കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. അതിന് ആഗ്രഹം ഉണ്ടെങ്കിലും അതിന് ചില ദുഷ്ടശക്തികൾ ഇതാക്കിയിട്ട് നമുക്ക് പറ്റാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണെന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മുടെ കറണ്ട് സ്റ്റേജ്. എന്താണ് ബ്ലോക്കേജ് എന്ന് ചോദിച്ചപ്പോൾ നമുക്ക് എന്താ പറയുക, 8 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. ഈ കാർഡ് നിങ്ങൾക്ക് കണ്ടറിയാൻ പറ്റും. ഒരു വ്യക്തി മേശയുടെ അടിയിൽ 7 പെൻറ്റക്കിൾസും മറ്റൊരു പെൻറ്റക്കിൾസിൽ പണിതുകൊണ്ടിരിക്കുന്ന ഒരു കാർഡാണ് കാണുന്നത്. അതായത് നമ്മുടെ ലോകത്ത് മാത്രമാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇപ്പോഴത്തെ എന്താ പറയുക, നമുക്ക് പണമില്ലാത്തത് കൊണ്ട് പണം ഉണ്ടാക്കണം എന്നുള്ള ചിന്തയിലുള്ളതുകൊണ്ടാണ് നമുക്ക് ആത്മീയമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റാമെന്നാണ് ഈ കാർഡ് പറയുന്നത്. അപ്പോൾ 2 ഗൈഡൻസ് എന്ത് നമ്മൾ ചെയ്യണം നമ്മൾ ഒരുമിച്ചാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ കാർഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് 10 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്ന കാർഡാണ്. ഈ കാർഡ് കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നമ്മൾ ആദ്യം എന്താ പറയുക, നമ്മുടെ കുടുംബത്തെ നന്നായിട്ട് നോക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്നത്തെ സ്പിരിച്വാലിറ്റിയുടെ മെസ്സേജ് എന്ന് പറയുന്നത് കുടുംബത്തെ നന്നായിട്ട് പരിപാലിക്കുക എന്നുള്ളതും. 2, പ്രതീക്ഷയോടുകൂടി ഇരിക്കുക. സ്റ്റാർ എന്ന് പറയുന്നത് പ്രതീക്ഷയുടെ കാർഡാണ്. അപ്പോൾ ഗുഡ് ഡേ.